ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് വന്നിട്ട് അപ്പോൾ ഇത് സാംസങ് A50 നല്ല അടിപൊളി ഫോണാട്ടോ. ഇത് പിന്നെ ഏതാണ്ട് 550 ദിറംസിനാണ് ഇപ്പോൾ നമ്മുടെ നിലവിൽ ഇവിടെ UAE കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് 1 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പുതിയ ഫോണ്. അതുപോലെ തന്നെ ഇത് iPhone 40 Pro നോൺ ആക്റ്റീവ് 256 സോറി 1 TB ആണ്. 1 TB ആട്ടത്. ഈ കാണുന്നത് 1 TB. ഇതിന് ഏതാണ്ട് 2980 ദിറംസ് കേട്ടോ. അതായത് 3000 ഉണ്ടായിന് അതിൽ 20 റുപ്യ നമ്മൾ ഓഫർ പ്രൈസ് ആയിട്ട് ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ പ്രൈസ് വില കുറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 Pro ഇനി ഡബിൾ സിമ്മിൽ വരുന്ന 2800 ദിറംസിനാണ്. ഡബിൾ സിമ്മിൽ HK 256GB വരുന്നത്. 1 TB വരെ 3000 ദിറംസിന്റെ മുകളിലാണ്. അതായത് 15 Pro നോൺ ആക്റ്റീവ് 1 TB 3000 ദിറംസ്. ഇതിന്റെ റേറ്റ് 3300 3200 ഒക്കെ ആയിരുന്നു. 3000 ദിറംസ്. ഇപ്പോൾ 14 Proന്റെ പ്രൈസ് വെറും 3000 ദിറംസിന് 1 TB, 2799 ദിറംസ് 256GB ഡബിൾ സിം. വില എടുത്തി വില ഒക്കെ കുറഞ്ഞില്ലേ? അപ്പോൾ പറ്റ കുറഞ്ഞു, വില കുറഞ്ഞു. അപ്പോൾ ഒക്കെ ഒക്കെ വില വന്നിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ഇത്രയും പ്രൈസും കൊടുത്തിക്കാണ്ട് കുറഞ്ഞ പ്രൈസൊക്കെ കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങും. പക്ഷേ നമ്മൾ ഇതിപ്പോൾ പറയാനുള്ളത് ഇതിന് കുറച്ച് ബാറ്ററി ബാക്കപ്പ് ഉണ്ടാവും. ഇതിന് കുറച്ച് ബാറ്ററി ബാക്കപ്പ് കുറവാണ്. നമ്മൾ എപ്പോഴും പറയുന്നത് ഐഫോണിന് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കുറവാണെന്ന് എപ്പോഴും പറയും. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് പിന്നെ അത്യാവശ്യം ബാറ്ററി എന്താണ്ട് നല്ല ഇത് ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ബാറ്ററി ബാക്കപ്പ് ഇതിന് നമുക്ക് ഏറ്റവും കൂടുതൽ ക്ഷീണം ചെയ്യുന്ന ഐഫോണിനെ കുറിച്ചിട്ട്. ഐഫോണിന് നമ്മൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഐഫോൺ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു ബേജാറ് ബാറ്ററി ബാക്കപ്പ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു സംശയം ഉണ്ടാവും. എന്നാൽ സാംസങ് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമ്മൾ എന്താക്കില്ല, നമുക്ക് അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല. ചെറിയൊരു ഫോൺ, പുതിയ ഫോൺ അന്ന് വന്ന സാധനം കാണിച്ച മോട്ടോറോളെ വെറും 250 ദിറംസ്. അങ്ങനത്തെ സാധനം കാണിച്ച 250 ദിറംസ്. ക്യാമറ പിടിച്ച ഈ സാധനം വെറും 250 ദിറംസിന്റെ ക്യാഷ് പ്രൈസ്. 250 ദിറംസ് ഫുൾ പേയ്മെന്റ് ചെയ്താൽ ഇതുപോലെ ഒരു ഫോൺ സ്വന്തം. എത്ര GB ആണ് ഇത്? 64GB ഉണ്ട്. പിന്നെ 4GB റാം. വെറും 250, അതായത് 2+2. അപ്പൊ 4GB റാമും 64GB ഇന്റർണൽ. പിന്നെ ഇതിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്താക്കാം, മെമ്മറി കാർഡ് എക്സ്ട്രാ ഒരു 1GB 2GB ഒക്കെ വേണമെങ്കിൽ ഇതിൽ സംവിധാനം ഉണ്ട്. 512 ഒക്കെ ഇടാനുള്ള സംവിധാനം ഇതിൽ ഉണ്ടാകും. അപ്പൊ ഇതിന്റെ പ്രൈസ് 250 ദിറംസ്. ടാബിയിൽ ചെയ്യുകയാണെങ്കിൽ വെറും 67 ദിറംസ്. 67 ദിറംസിന് 1 ഇയർ ഓതറൈസ്ഡ് വാറണ്ടി മോട്ടോറോള. ഇതും അവൈലബിൾ ആട്ടോ. അപ്പൊ നമ്മൾ വെറും ഐഫോണും സാംസങ്ങും ആക്കണ്ട, അതന്നെ നമ്മളെ സാധാരണക്കാർക്ക് പറ്റിയ ഫോണും ഇന്നുണ്ട്, നിലവിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ പിന്നെ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് നമ്മൾ എന്താക്കും, ഐഫോണും അതുപോലെ തന്നെ സാംസങ് ഒക്കെ വാങ്ങും. സാംസങ്ങിന് പിന്നെ ബാറ്റിൻ്റെ കാര്യത്തിൽ നോ ടെൻഷനാണ്. പക്ഷേ ഇതിലെന്താകുമെന്ന് അറിയോ, ഈ ഫോണിൽ നമ്മൾ ഐഫോൺ ഉപയോഗിക്കുമ്പോൾ അതിൽ ബാറ്ററി ബാക്കപ്പ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. നമുക്ക് കാണാനുള്ള സംവിധാനം ഉണ്ട് ഇതിൽ. ഇത് കാണാനുള്ള എത്ര അതിൻ്റെ പെർസെൻറ്റേജ് ഇതിൽ കാണും, ഇതിൽ കാണൂല. അതാണ് സാംസങ്ങിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ നമുക്കിങ്ങനെ ടെൻഷൻ ഉണ്ടാവും, ഇത്ര ബാറ്ററി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ സാധനം നമ്മൾ വാങ്ങുന്ന സമയത്ത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനലായിട്ടുള്ള ആനനെ വാങ്ങുന്നുണ്ട്, പക്ഷെ ആന തോട്ടി വാങ്ങാൻ ക്യാഷില്ല എന്ന് പറഞ്ഞ മാതിരിക്കരുത്. അപ്പോൾ എന്താക്കുക, ഇതിൻ്റെ ചാർജർ നമ്മളെന്താക്കുക ഏതാണ്ട് ഒരു 140 150 ദിറംസ് അതിന് താഴെയാണ്. അതിന് താഴെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൈസ് ഇട്ടാൽ ഞാൻ പറഞ്ഞ ഒരു 3000 ദിറംസിന് ഉള്ളിൽ, പിന്നെ 3000 റുപ്യക്ക് താഴെ നമ്മൾ ഇന്ത്യൻ മണി ഇതാക്കുമ്പോൾ നമുക്ക് എന്താ നമ്മൾ ഒറിജിനൽ എന്താക്കും ഇതിൻ്റെ ചാർജർ നമുക്ക് കിട്ടാണ്ട്. പക്ഷേ നമ്മളെന്താക്കും പല ആളുകളും ഇതിൻ്റെ ഒരു കേബിൾ മാത്രം വാങ്ങിക്കാണ്ട്. കേബിൾ ഏതാണ്ട് എത്ര റുപ്യ വരുന്നുണ്ട്? 100. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ട് എന്താക്കും, കുറഞ്ഞ പൈസയും കൊടുത്തുകൊണ്ട് പിന്നെ വേറെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക, ഏതെങ്കിലും കേബിളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഭയങ്കര അധികം ക്ഷീണം ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് നമ്മൾ ഫോൺ വാങ്ങുമ്പോൾ അതിൻ്റെ ചാർജറും കൂടി വാങ്ങാൻ വേണ്ടിയിട്ട് പലപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ചാർജർ ഇതിൻ്റെ കൂടെ കിട്ടൂല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ്. പക്ഷേ സാംസങ്ങിൻ്റെ സമയത്തോടെ ഏത് ചാർജർ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? സാംസങ്ങിന് സ്മാർട്ട് ഫോണിൻ്റെ ഏത് ചാർജർ നമുക്ക് യൂസ് ചെയ്യാം. ഒറിജിനൽ സാധനം ഏത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ എന്താക്കുക, ആക്കൊന്ന് കണ്ടും അറിഞ്ഞൊക്കെ എന്താക്കുക ഉപയോഗിക്കാം. ഓക്കെ.